എല്ലാവർക്കും നമസ്കാരം. +1 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒജീവ് അഥവാ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നുള്ളൊരു പേര് കൂടിയുണ്ട്. നമ്മൾ ഒജീവാണെന്ന് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒജീവ് വരക്കുമ്പോൾ വരക്കാൻ വളരെ സുഖമാണ്, പക്ഷേ ആ വരക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ആ ടേബിൾ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് പൊതുവെ പറയാറുണ്ട്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റും. ഓക്കെ, എങ്ങനെയാണ് ടേബിൾ ഒജീവിൻ്റെ ടേബിൾ ഉണ്ടാക്കുക, ടേബിളിൽ നിന്ന് എങ്ങനെയാണ് ഒജീവ് വരക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത്. എല്ലാവരും വീഡിയോയിലേക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് വീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഞാൻ മാർക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. നമ്മൾ 2 ടേബിൾ തയ്യാറാക്കണം. ആ 2 ടേബിളിൻ്റെ പേര്, ഒന്നാമത്തെ പേര് ലെസ് ദാൻ CF, മറ്റേത് മോർ ദാൻ CF. ഓക്കെ, ലെസ് ദാൻ CFഉം മോർ ദാൻ CFഉം വരച്ചതിന് ശേഷം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അത് ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? പുതിയൊരു ടേബിളോട് വേറെ വേണം. ഒന്നിൻ്റെ പേര് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി. ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി. ഇങ്ങനെ നമ്മളൊരു ടേബിൾ നമ്മൾ തയ്യാറാക്കണം. അതിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് തന്നിട്ടുള്ളത് മൊത്തം കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ എത്രയാണ്? 7ഉം 4ഉം മൊത്തം 30 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. 30 ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ലിസ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ 30 കുട്ടികൾക്ക് കിട്ടിയ 0 മുതൽ 50 വരെ മാർക്കാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 0 മുതൽ 10 വരെ മാർക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 9 വരെ മാർക്ക് ലഭിച്ച കുട്ടികൾ എന്ന് പറയുന്നത് 4. അങ്ങനെ പറയാൻ കാരണം അത് എക്സ്ക്ലൂസീവാണ്. എക്സ്ക്ലൂസീവ് ആയുള്ള കാരണം 10 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, 20 തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ 10 മുതൽ 20 വരെ മാർക്ക് എന്ന് പറഞ്ഞാൽ 19 വരെ മാർക്ക് ലഭിച്ച കുട്ടികൾ 7, 20 മുതൽ 30 വരെ എന്നാൽ 13, 30 മുതൽ 40 എന്ന് പറഞ്ഞാൽ 4, 40 മുതൽ 50 വരെ എന്നാണ് 2. അങ്ങനെ 30 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആകെ മാർക്ക് എത്രയേ ഉള്ളൂ? 50 വരെയാണ് മാർക്ക് വരുന്നത്. 0 മുതൽ 50 വരെയാണ് കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറവ് എന്നാണ് അല്ലേ? ലെസ് 10 എന്ന് പറഞ്ഞാൽ 10ന് കുറവ്. ലെസ് ദാൻ അങ്ങനെ നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ലെസ്സിന് നമുക്ക് ഇങ്ങനെ ഒരു ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ +1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 1ന് താഴെ. അപ്പോൾ ലെസ് ദാൻ CF കുമുലേറ്റീവ് ഫ്രീക്വൻസി. CF എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ്. അപ്പോൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ക്ലാസ്. അപ്പോൾ ലെസ് ദാൻ എടുക്കുന്നത്, ഇവിടെ ലെസ് ദാനും ഉണ്ട് മോർ ദാനും ഉണ്ട്. ലെസ് ദാൻ എടുക്കുന്നത് ഈ ഒരു മാർക്ക് തന്നിട്ടുള്ള ക്ലാസ്സിലെ അപ്പർ ലിമിറ്റിനെയാണ് നമ്മൾ പരിഗണിക്കുക. അഥവാ ലെസ് ദാൻ 10, ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40, ലെസ് ദാൻ 50. അങ്ങനെ ലെസ് ദാൻ 10, 20, 30, 40, 50 അഥവാ അപ്പർ ലിമിറ്റിനെയാണ് ലെസ് ദാനിൽ പരിഗണിക്കേണ്ടത്. ഓക്കെ, എന്നാൽ മോർ ദാനിൽ പരിഗണിക്കേണ്ടത് ഏതാണ്? മോർ ദാൻ, ജസ്റ്റ് ഒന്ന് മോർ ദാൻ ഏതാണ്? മോർ ദാൻ ഏതിനാണ് പരിഗണിക്കുക? ലോവർ ലിമിറ്റിനെയാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ മോർ ദാൻ 0, മോർ ദാൻ 10, മോർ ദാൻ 10, മോർ ദാൻ 20, മോർ ദാൻ 30, മോർ ദാൻ 40. അങ്ങനെയാണ് ഓരോന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ 2 ഭാഗങ്ങൾ ഇപ്പോൾ ഫില്ലായി. ലെസ് ദാൻ എടുക്കുന്നത് അപ്പർ ലിമിറ്റിനെയാണ്, മോർ ദാൻ എടുക്കുന്നത് ലോവർ ലിമിറ്റിനെയാണ്. അപ്പോൾ ഇനി നോക്കുക, ലെസ് ദാൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 10ന് താഴെ മാർക്ക് ലഭിച്ച കുട്ടികൾ. 10ന് താഴെ മാർക്ക് ലഭിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ന് താഴെ മാർക്ക് ലഭിച്ച കുട്ടികൾ. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം, ഈ ഒരു ക്ലാസ് മാത്രമല്ലേ 10ന് താഴെ മാർക്ക് ലഭിച്ച കുട്ടികൾ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇത് 10 മുതൽ 19 ആണ്. 19 എന്ന് പറഞ്ഞാൽ 10നേക്കാളും മുകളിലുള്ള മാർക്കുകളാണ്. അപ്പോൾ 10 വരെ മാർക്ക് ലഭിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ 10ന് താഴെ മാർക്ക് ലഭിച്ച കുട്ടികൾ എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സിലെ പെടുക. കാരണം എന്താ? 0 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വരെയാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ 10ന് താഴെ എന്ന് പറഞ്ഞാൽ 9 വരെയല്ലേ പെടുത്തുള്ളൂ. അപ്പോൾ 10ന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.
അടുത്തത് 20-ന് താഴെ മാർക്ക് ലഭിച്ച കുട്ടികൾ. 20-ന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 20 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ 10 മുതൽ 19 വരെയാണ് പറയുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് വരെ പറ്റും, കാരണം മുകളിലുള്ളതും പറ്റും. കാരണം എന്താ 0 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പെടും. 20-ന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഖ്യ കൂടി പെടണ്ടേ, കാരണം 10-ന് താഴെ എന്ന് പറയുന്ന ഈ 4-ഉം 20-ന് താഴെയിലും പെടൂലേ. അപ്പോൾ 7-ഉം 4-ഉം 11. അടുത്തത് 30-ന് താഴെ മാർക്ക് ലഭിച്ച ആളുകൾ. 30-ന് താഴെ മാർക്ക് ലഭിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം. ആ 30-ന് താഴെ എന്ന് പറയുമ്പോൾ 10-ന് താഴെയുള്ളതും പെടും, 20-ന് താഴെയുള്ളതും പെടും. അപ്പോൾ ഈ 3 എണ്ണം, ഈ 13-ഉം 7-ഉം 20, 24-ഉം 24. ഓക്കെ. അടുത്തത് 40-ന് താഴെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ് പെടുക. 40-ന് താഴെ എന്ന് പറഞ്ഞാൽ 30 മുതൽ 40 വരെ, അത് 39. അപ്പോൾ 40-ന് താഴെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ പെടും. അപ്പോൾ 40-ന് താഴെ എന്ന് പറയുമ്പോൾ 30-ന് താഴെ പെടും, 20-ന് താഴെ പെടും, 10-ന് താഴെ പെടും. കാരണം അതാണല്ലോ 40-ന് താഴെ എന്ന് പറയുന്ന സംഖ്യകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഖ്യകളൊക്കെ പെടുത്താം. കാരണം അതൊക്കെ 10-ന് താഴെയുള്ളതാണ്, 40-ന് താഴെയുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും, 24-ഉം 4-ഉം 28. അടുത്തത് 50-ന് താഴെ എന്ന് പറയുമ്പോൾ 40 മുതൽ 50 വരെ ഉള്ളതാണ്. 40 മുതൽ 50 വരെ എന്ന് പറയുന്നത് 2 മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. പക്ഷേ 50-ന് താഴെ എന്ന് പറയുമ്പോൾ അതൊക്കെ പെടും. അപ്പോൾ 28-ഉം 30. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ സ്ഥാനത്തിൽ പറയാം 40 മുതൽ 50 വരെ കിട്ടിയ മാർക്ക് എത്രയാണ്, 2 ഉള്ളൂ. പക്ഷേ 50-ന് താഴെ മാർക്ക് 50 മാർക്ക് വരെ ഉള്ളൂ. അപ്പോൾ 50 വരെ മാർക്ക് ലഭിച്ച കുട്ടികൾ എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എണീറ്റ് നിൽക്കുക, അല്ലെ 50-ന് താഴെ മാർക്ക് ലഭിച്ച കുട്ടികളൊക്കെ എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എണീറ്റ് നിൽക്കുക. കാരണം എന്താ, എല്ലാവർക്കും ഓരോ മാർക്കിങ്ങിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 50-ന് താഴെയുള്ള മാർക്ക് ലഭിച്ച ആളുകളാണ്. ലോജിക്ക് മനസ്സിലാക്കുക. ഇത് നേരെ ഓപ്പോസിറ്റാണ് എന്ത് ചെയ്യുക, ഈ പറയപ്പെടുന്ന മോർദാൻ വരുന്നത്. മോർദാൻ 0, 0-ന് മുകളിൽ മാർക്ക് ലഭിച്ച കുട്ടികൾ. ഈ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ 30 കുട്ടികളാണുള്ളത്. ആ 30 കുട്ടികൾക്ക് 50 വരെ മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 50-ന് മുകളിൽ മാർക്ക് ലഭിച്ച, 0-ക്ക് മുകളിൽ അഥവാ മോർദാൻ 0 എന്ന് പറഞ്ഞാൽ 0-ന് മുകളിൽ മാർക്ക് ലഭിച്ച കുട്ടികൾ എണീറ്റ് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എണീറ്റ് നിൽക്കുക. ഓക്കെ, എല്ലാവർക്കും എണീറ്റ് നിൽക്കുക. എല്ലാവർക്കും എണീറ്റ് നിൽക്കുകയാണ്. എല്ലാവരും എണീറ്റ് നിൽക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ 30 കുട്ടികളുള്ളത്. അപ്പോൾ 30. ഇനി 10-ന് മുകളിൽ മാർക്ക് ലഭിച്ച കുട്ടികൾ. 10-ന് മുകളിൽ മാർക്ക് ലഭിച്ച കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ് പെടൂല. ഈ ക്ലാസ്സിനെ നമുക്ക് പെടുത്താൻ കഴിയില്ല. കാരണം എന്താ, അത് 10-ന് താഴെ ഉള്ളതാണ്. 10-ന് മുകളിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 10-ന് മുകളിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ് ഈ താഴെ വരെ ഉള്ളതാണ് പറ്റുക. അഥവാ 7-ഉം 13-ഉം 20, 24, 24-ഉം 2-ഉം 26. ഓക്കെ. അടുത്തത് 20-ന് മുകളിൽ മാർക്ക് ലഭിച്ച ആളുകൾ. 20-ന് മുകളിൽ മാർക്ക് ലഭിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ്, ഈ 2 ക്ലാസ് പെടുത്താൻ കഴിയില്ല. കാരണം അതൊക്കെ എന്താണ്, 20-ന് താഴെ ലഭിച്ചാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 20-ന് മുകളിലാണ് വേണ്ടത്. 20-ന് മുകളിൽ എന്ന് പറയുമ്പോൾ ഈ 3 ക്ലാസ്സാണ് ഇവിടെ. അപ്പോൾ 13-ഉം 15-ഉം 16, 17, 18, 19. അടുത്തത് 30-ന് മുകളിൽ മാർക്ക് ലഭിച്ച ആളുകൾ. 30-ന് മുകളിൽ മാർക്ക് ലഭിച്ച ആളുകൾ എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമുക്ക് ഈ 2 ക്ലാസ്സുകൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ 4, 2, 6. അടുത്ത 40-ന് മുകളിൽ മാർക്ക് ലഭിച്ച ആളുകൾ. 40-ന് മുകളിൽ മാർക്ക് ലഭിച്ച ആളുകൾ എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും എണീറ്റിക്കാനുള്ള അവകാശമില്ല. കാരണം എന്താ, അവർക്ക് അത്ര, ഇത് 10-ന് താഴെയാണ്, ഇത് 20-ന് താഴെയാണ്, ഇത് 30-ന് താഴെയാണ്, 40-ന് താഴെയാണ്. 40-ന് താഴെ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതിനും കുറവുള്ള ആളുകളാണ്. അപ്പോൾ 40-ന് താഴെ മാർക്ക് ലഭിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ 40-ന് മുകളിൽ മാർക്ക് ലഭിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2. 40 ബാക്കിയുള്ളതൊക്കെ എന്താണ്, 40-ന് താഴെ മാർക്ക് ലഭിച്ച കുട്ടികളാണ്. 40-ന് മുകളിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ് മാത്രമേ പെടുള്ളൂ. അപ്പോൾ 2. ഇതാണ് ആ ടേബിള് ചെയ്യാനുള്ളൊരു സംഭവം. ഇനി സാധാ പോലെ തന്നെ ഗ്രാഫ്. ചെറിയ ഗ്രാഫാണ്, ജസ്റ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് എക്സ് രേഖപ്പെടുത്തി, വൈ രേഖപ്പെടുത്തി, 0 രേഖപ്പെടുത്തി. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഏതാണ്, മാർക്കുകളാണ്, ക്ലാസ്സാണ്. ക്ലാസ് അഥവാ മാർക്ക് എഴുതി തന്നെ. ഇവിടെ ഫ്രീക്വൻസി. മാർക്ക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനുള്ളതാണ്. മാർക്ക് എന്ന് പറയുമ്പോൾ 10 മുതൽ നമ്മൾ എന്ത് എഴുതണം, 50 വരെ എഴുതണം. 10, 20, 30, 40,
50 രേഖപ്പെടുത്തി. ഇവിടെ ഫ്രീക്വൻസി രേഖപ്പെടുത്തുന്ന സമയത്ത് ഇതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 30 വരെ രേഖപ്പെടുത്തണം. 30 രേഖപ്പെടുത്തുമ്പോൾ 5, 10, 15, 20, 25, 30. നമ്മൾ 5 മുതൽ 30 വരെ നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. അപ്പം ഇവിടെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തുള്ളൂ. 10 മുതൽ 50 വരെ ഇവിടെ കൊടുക്കണം. ഇവിടെ നമുക്ക് എന്ത് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഇനി നോക്കുക, ആദ്യം വരക്കാൻ പോകുന്നത് ലെസ്താനാണ്. ലെസ്താൻ CF വരക്കുന്ന സമയത്ത് ഇതിനെടുക്കുക. 10 ആവുന്ന സമയത്ത് 4, 10 ആവുന്ന സമയത്ത് 4 എന്ന് പറയുമ്പോൾ 5-ന് താഴായിട്ടുള്ള ഈ ഒരു 4 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ ഫ്രീക്വൻസി പോളികൾ വരക്കുന്ന സമയത്ത് ചെയ്ത പോലെ തന്നെ. അടുത്ത 20 ആകുമ്പോൾ 11, 20 ആകുമ്പോൾ 11 ഇവിടെ വരും, ഇവിടെ രേഖപ്പെടുത്തി. അടുത്തത് 20 ആകുമ്പോൾ 11, 30 ആകുമ്പോൾ 24, 30 ആകുമ്പോൾ 24 രേഖപ്പെടുത്തി. 40 ആകുന്ന സമയത്ത് 28, 40 ആകുമ്പോൾ 28, 40 ആകുമ്പോൾ 28. അടുത്ത് 50 ആകുമ്പോൾ 30, 50 ആകുമ്പോൾ 30. അപ്പോൾ 30. നമ്മളിപ്പോൾ ഈ വരച്ചത് 0-ൽ നിന്ന് തുടങ്ങിയിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ ഫ്രീക്വൻസി പോളികൾ വരക്കുന്ന സമയത്ത് തന്നെ ഇതിനാണെന്ന് പറയുക ലെസ് താൻ CF എന്ന് പറയുന്നത്. അടുത്ത ഇനി മോർ ദാൻ CF. ഇപ്പോൾ വരച്ച പോലെ തന്നെ മോർ ദാൻ CF എങ്ങനെ വരയ്ക്കുക? 0 ആവുന്ന സമയത്ത് 30 ഇവിടെ രേഖപ്പെടുത്തി. 0 ആവുന്ന സമയത്ത് 30, 10 ആവുന്ന സമയത്ത് 26, 10 ആവുന്ന സമയത്ത് 26 എന്ന് പറയുമ്പോൾ 26 ഇവിടെ വരും, 26 ഇവിടെ. അടുത്ത് 10 ആകുമ്പോൾ 26, 20 ആകുമ്പോൾ 19, 20 ആവുന്ന സമയത്ത് 19 ഏകദേശം വരും രേഖപ്പെടുത്തി. അടുത്തത് 20 ആകുമ്പോൾ 19, 30 ആകുമ്പോൾ 6, 30 ആകുമ്പോൾ 6 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും രേഖപ്പെടുത്തി. 40 ആകുമ്പോൾ 2, 40 ആകുമ്പോൾ 2 രേഖപ്പെടുത്തി. ഞാൻ എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് കൊണ്ടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിങ്ങനെ പിന്നെ സാധാ അവസാനത്തേക്ക് നമ്മൾ വരച്ചു കൊടുത്തു. ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത്. ഇതാണ് മോർ ദാൻ CF എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, മോർ ദാൻ CF വരച്ചതാണ് താഴത്തുള്ളത്. ഇപ്പം ഇങ്ങനെയാണ് ഒജി വരക്കുന്നത്. പക്ഷേ ഹിസ്റ്റോഗ്രാം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞ്, എന്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ്, മോഡ് രേഖപ്പെടുത്താൻ പറ്റുമെന്നാണ് പറഞ്ഞ്. എന്നാൽ ഒജി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മീഡിയനാണ്. അപ്പോൾ മീഡിയൻ രേഖപ്പെടുത്തുന്നത് എങ്ങനെ? ഈ ലെസ് താൻ CF മോർ ദാൻ CF കൂട്ടിമുട്ടിയ ഈ ഒരു ഭാഗത്തിൽ നിന്ന് താഴത്തേക്ക് വരക്കുക. താഴത്തേക്ക് എവിടെയാണോ കൂട്ടിമുട്ട് ഇവിടെ, അതിനാണ് എന്ത് പറയുക, മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, മീഡിയൻ്റെ സമവാക്യം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. മീഡിയൻ ഈക്വൽ ടു L+N/2 - CF / F × H. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കും, മീഡിയം വരക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം മീഡിയം വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ടിലാവണ്ട. മീഡിയം വരക്കുക എന്ന് പറഞ്ഞാൽ ഒജി വരക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ തിരിച്ച് മോഡ് വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോഗ്രാം വരക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒജി വരക്കുന്നത്. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ എഴുതുക, മനസ്സിലാക്കി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ട് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.